എങ്ങനെയാണ് ഇന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സുവിശേഷം പറയുന്ന പ്രക്രിയ എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി ഈ സമയം നമ്മൾ കടന്നു പോകുന്നത്. അത് ഒരു വ്യക്തിയോട് ഒരു വ്യക്തി ഒരു വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ മറ്റൊരാളോട് സുവിശേഷം പറയുന്നതിന് ഒരു രീതിയുണ്ട്. വെറുതെ നമ്മൾ പോയി അങ്ങ് പറയുകയല്ല, അത് ഫലപ്രദമായി പറയാനായിട്ട് ഉപയോഗിക്കുന്ന ആ രീതി എന്താണ് എന്നതിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ടെസ്റ്റിമണി പ്രിപ്പറേഷൻ ജെനി ആയിരുന്നു അത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെസ്റ്റിമണി പ്രിപ്പറേഷന് അടിസ്ഥാന ഒരു ബേസിക് ടെസ്റ്റിമണിയുടെ കാര്യങ്ങൾ ആണ് ജെനി പറഞ്ഞത്. ഒപ്പം ജെനി പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആയിരക്കണക്കിന് ടെസ്റ്റിമണി ഉണ്ട്. ദൈവസ്നേഹം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെസ്റ്റിമണി ഉണ്ട്. പാവാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെസ്റ്റിമണി ഉണ്ട്. യേശു രക്ഷിച്ച അനുഭവങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെസ്റ്റിമണി ഉണ്ട്. എൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ സമർപ്പണ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള ടെസ്റ്റിമണി ഉണ്ട്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനോട് അനുബന്ധമായ ടെസ്റ്റിമണികളുണ്ട്. കൂട്ടായ്മയെക്കുറിച്ചുള്ള ടെസ്റ്റിമണികളുണ്ട്. സുവിശേഷം പങ്കുവെക്കുന്ന മിഷണറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ടെസ്റ്റിമണിയുണ്ട്. ഇങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോന്നിനെ അത്തരത്തിലുള്ള ടെസ്റ്റിമണി ആയിട്ട് നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മളിങ്ങനെ മനസ്സിൽ ആ തരത്തിൽ നമ്മൾ രൂപപ്പെടുത്തി ഇടണം. പ്രാർത്ഥനയോടെ നമ്മൾ അങ്ങനെ ടെസ്റ്റിമണിയുടെ വലിയൊരു ബാങ്ക് നമ്മുടെ കയ്യിൽ വേണം. എന്തിനാണ്? നമ്മൾ പോകുന്ന വഴിക്ക് ആരെ കണ്ടാലും അവരെ നമുക്ക് ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുവിശേഷ പ്രഘോഷണ പ്രക്രിയയിൽ നമ്മൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് കഴിഞ്ഞ ദിവസം 24 മണിക്കൂർ വിശുദ്ധ കുർബാന എടുത്തു വെച്ച് നമ്മൾ പാപ്പയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി, പാപ്പയിലൂടെ ലോകം സുവിശേഷം കൂടുതൽ ഫലപ്രദമായി അറിയുന്നതിന് വേണ്ടി, സഭ കൂടുതൽ സ്നേഹത്തിലും കൂട്ടായ്മയിലും വളരുന്നതിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ പാപ്പയിൽ എന്നും ഉള്ളതുപോലെ കൂടുതൽ സജീവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ വെറുതെ വഴിയേ പോകുന്ന ആരുമല്ല. നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗമായ ക്രിസ്തുവിന്റെ ശിഷ്യത്വം ഏറ്റെടുത്ത ക്രിസ്തു ശിഷ്യനാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അപ്പൊ സുവിശേഷം ജീവിച്ച് പ്രഘോഷിക്കേണ്ടത് ക്രിസ്തു ശിഷ്യനാണ്. മർക്കോസ് 3:13-15 നാം വായിക്കുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പൊ തെരഞ്ഞെടുപ്പാണ് അപ്പസ്തോലന്മാരുടെ. ഞാൻ പറയുന്ന കൃത്യമായിട്ട് കേൾക്കാലോ അല്ലേ? കഴിഞ്ഞ രാത്രിയും പകലും മുഴുവൻ ഇരുന്നതുകൊണ്ട് സ്വരം പോയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാരിറ്റി കുറവില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം ഒന്നുകൂടെ ആരെങ്കിലും ഒന്ന് വചനം വായിക്കാവോ? മർക്കോസ് 3:13-15. തന്നോടുകൂടിയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പൊ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് പറയുന്നത്. അതായത് ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആ തരത്തിൽ വളരുകയും എന്നിട്ട് നമ്മൾ സുവിശേഷം എങ്ങനെ പ്രഘോഷിക്കണമെന്നാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കാര്യം. ഒന്ന്, ഈശോ വിളിച്ചത് ഈശോയുടെ കൂടെ ആയിരിക്കാനാണ്. അപ്പൊ സുവിശേഷം ഫലപ്രദമായി ജീവിച്ച് പങ്കുവെക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോയുടെ കൂടെ ആയിരിക്കുക. എന്തെങ്കിലും ചെയ്യുക, പറയുക എന്നൊന്നും അതിനർത്ഥമില്ല. വെറുതെ ആയിരിക്കുക. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് നമ്മൾ പറയുന്നത് പോലെ യേശുവിന്റെ കൂടെ ആയിരിക്കാനായിട്ടുള്ള വലിയൊരു വിളിയാണ്. അങ്ങനെ യേശുവിന്റെ കൂടെ ആയിരുന്നാൽ ആ യേശുവിനെ ആണ് നാം പ്രഘോഷിക്കുന്നത്. യേശുവിന്റെ കൂടെ ആയിരുന്ന് നാം കണ്ടുമുട്ടിയ, നാം അടുത്തിരുന്ന് അനുഭവിച്ച ആ യേശു ക്രിസ്തുവിനെ തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും. എന്താണ് പ്രസംഗിക്കേണ്ടത്? അവനോടുകൂടെ ആയിരുന്നിട്ട് അവനെ കുറിച്ച് പ്രഘോഷിക്കാനാണ്. അപ്പൊ അവനോട് കൂടെ ആയിരിക്കാതെ ഒരിക്കലും അവനെക്കുറിച്ച് പ്രഘോഷിക്കാൻ, അവനെക്കുറിച്ച് പങ്കുവെക്കാൻ, അവനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധ്യമല്ല. നമ്മൾ കേട്ടതിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നോ ഒന്നും നമ്മൾ പറയുന്നതിലല്ല ജീവനുള്ളത്. അത് അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അനുഭവിച്ചതുമായ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെ വെറുതെ ആരെങ്കിലും പറഞ്ഞ കെട്ടുകഥയല്ല. അപ്പൊ യേശുവിന്റെ കൂടെ ആയിരിക്കുക എന്നത് ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വളരെ ഗൗരവമായ ഉത്തരവാദിത്വമാണ്. 24 മണിക്കൂറും വിത്ത് ജീസസ്, കർത്താവിന്റെ കൂടെ ആയിരിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ള ആ യാത്രയിൽ അവനെ നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പൊ പ്രസംഗിക്കുന്നത് എന്താണ്?
ഞാൻ ആരുടെ കൂടെയാണോ ആയിരുന്നത് അവനെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നു, ആ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നതാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. അത് പ്രസംഗിക്കാനാണ് ക്രിസ്തു നമ്മളെ വിളിച്ചത്. അവനോട് കൂടെ ആയിരുന്നിട്ട് അവനെ അറിഞ്ഞ് അനുഭവിച്ച് സ്വന്തമാക്കി അവനെ പ്രഘോഷിക്കുക. മൂന്നാമത്തെ കാര്യം, ആദ്യത്തെ രണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തത് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ഇപ്പൊ ചിലപ്പം നമുക്ക് തോന്നുന്നത് ഇങ്ങനെ കൈവച്ച് പിശാച് പോ പോ എന്ന് പറയുന്നതിലേക്കായിരിക്കാം, ഉണ്ടാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നതിനെ വളരെ പോസിറ്റീവായി തിരിച്ചു കൊണ്ടുവന്നാൽ, തിന്മയെ ബഹിഷ്കരിക്കുക, ഉപേക്ഷിക്കുക, തിന്മയിൽ നിന്ന് മാറി നടക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ പോസിറ്റീവായി തിരിച്ചു കൊണ്ടുവന്നാൽ അത് നന്മയിൽ വളരുക, നന്മയുടെ കൂടെ നടക്കുക, നന്മയെ പ്രകാശിപ്പിക്കുക എന്നാണ്. അപ്പൊ നന്മയാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക, നന്മയായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ആ നന്മയെ ലോകം മുഴുവനും വളർത്താനായി നമ്മുടെ ഉള്ളിൽ ഈ നന്മയെ പരിപൂർണമായി ഉയർത്തുക. അപ്പം കർത്താവിന്റെ കൂടെ ആയിരിക്കുക, കർത്താവിനെ പ്രഘോഷിക്കുക, കർത്താവിന്റെ നന്മയിൽ വളരാൻ അവൻ നമുക്ക് പ്രത്യേകമായി കൃപ തരും. ഇതാണ് ആ ശിഷ്യത്വം എന്ന് പറയുന്നത്. ആ ശിഷ്യത്വത്തിൽ നമ്മൾ വളർന്നുകൊണ്ട് നമ്മൾ സുവിശേഷം പങ്കുവെക്കുകയാണ്. ഇതിന്റെ പൂർണ്ണതയിലായിട്ട് ടോപ്പ് ലെവലിലായിട്ട് നമുക്ക് പങ്കുവെക്കാനാവുമോ? നമ്മൾ പങ്കുവെക്കുന്നതിലൂടെ വളരുകയാണ്. അപ്പൊ നമ്മൾ ഇതാ ശിഷ്യനായി വളരുകയും പങ്കുവെക്കുക. ഇതൊരു ഒരേ സമയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും പലരും ധാരാളം പേര് ഞാനിങ്ങനെ കണ്ടുമുട്ടിയ മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്ക് സുവിശേഷം ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ പാപിയാണ്, ബലഹീനനാണ്, ഞാൻ അങ്ങനെയൊന്നും ആയിട്ടില്ല. അതിന്റെ പൂർണ്ണതയിലായിട്ടല്ല നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മൾ പങ്കുവെക്കുന്നതിലൂടെ അതിലേക്ക് വളരുകയും കൂടി ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് നല്ല ബോധ്യം വേണം, നാം ശിഷ്യരായി വളരുന്നവരാണ്, വളരേണ്ടവരാണ്. ആ ശിഷ്യത്വത്തിൽ വളരുന്നതിലൂടെ തന്നെയാണ് ഈ സുവിശേഷം പങ്കുവെക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ ശിഷ്യനായ ഞാൻ എങ്ങനെയാ പങ്കുവെക്കുന്നത്? വെറുതെ പോയി അങ്ങ് പങ്കുവെക്കുകയല്ല. അതിന്റെ ഒരു ആദ്യ പടി ഒരു സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമുക്ക് നല്ല ബന്ധമില്ലാതെ നമ്മൾ പറയുന്നതൊന്നും ആരും സ്വീകരിക്കുകയില്ല. ആദിമസഭ മുതൽ ഇന്നോളം ആ ബന്ധത്തിൽ നിന്നാണ് സുവിശേഷം പങ്കുവെക്കുന്നത്. നമ്മളെ ഈവൻ നമുക്ക് കിട്ടിയ ഒരു നല്ല, നമ്മൾ കടയിൽ പോയി പുതിയൊരു സോപ്പ് വാങ്ങി, ആ സോപ്പ് തേച്ചപ്പോൾ നമുക്ക് ധാരാളം ബെനഫിറ്റ്, ഗുണങ്ങൾ നമുക്കുണ്ടായി. അത് നമ്മൾ മറ്റൊരാളോട് പറയണമെങ്കിൽ വെറുതെ വഴിയെ പോയ ഒരാളോട് ഈ സോപ്പ് നല്ലതാ നീ മേടിക്കുന്നു പറയുന്നതും അതേസമയം നല്ലൊരു ബന്ധത്തിൽ നിന്ന് ഇത് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സൗഹൃദം വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമുക്കുണ്ടായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും അത് സുവിശേഷത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു സൗഹൃദവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ഒരു സൗഹൃദവും നമ്മൾ അവസാനിപ്പിക്കരുത്. നമ്മുടെ സൗഹൃദത്തിന്റെ വിശാലത നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. എത്രമാത്രം നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുമോ അതെല്ലാം ഈ സുവിശേഷം കൊടുക്കാനും പങ്കുവെക്കാനുമുള്ള വലിയൊരു സാധ്യതയാണ്. ഇപ്പം ഈ സമയങ്ങളിലൊക്കെ ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ ഇതിനെ സ്വന്തമാക്കുന്നത് ചോദിച്ചാൽ, ഇത്രയും ദിവസം ഒരു 10-200 ദിവസം കണ്ടുമുട്ടിയ, സംസാരിച്ച, കുറച്ചു പേരെങ്കിലും ഇവിടെ വീട്ടിൽ വന്ന മുഖപരിചയമുള്ള ഒരു സൗഹൃദത്തിന്റെ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സൗഹൃദത്തിന്റെ ഒരു ബന്ധത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷം പങ്കുവെക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ ആ സൗഹൃദം എങ്ങനെ വേണമെന്നുള്ളതാണ്. ഒന്ന്, സന്തോഷത്തോടു കൂടി വേണം, വളരെ പ്രസന്നമായിട്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ഇടയ്ക്ക് നമ്മൾ കണ്ടുപോയി, സുവിശേഷം പ്രഘോഷിക്കുന്ന ആളുടെ മുഖം കണ്ടാൽ അത് ആരോ മരിച്ചിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന പോലെ ആകരുതെന്ന് ഫ്രാൻസിസ് പാപ്പ പറയും. നമ്മുടെ മുഖം കാണുമ്പോൾ അത് സുവിശേഷത്തിന്റെ ചൈതന്യം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ആ പ്രസന്നത, അതിങ്ങനെ വെറുതെ നമ്മൾ ചിരിച്ചത് കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന് തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എപ്പോഴും ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ആയിരിക്കുക. വളരെ സന്തോഷകരമായ ഒരു സാന്നിധ്യമായി നാം ആയിരിക്കണം. അത് വീട്ടിലായാലും ജീവിത പങ്കാളിയുടെ അടുത്തായാലും നമ്മൾ അയൽവക്കക്കാരോടായാലും ആരോടായാലും ഈ സന്തോഷത്തോടു കൂടി നമ്മുടെ സൗഹൃദം വളർത്തണം. ഒരു ആത്മവിശ്വാസത്തോടെ വേണം ഈ സൗഹൃദത്തെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി. നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, താല്പര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല,
മറിച്ച് നമ്മുടെ എല്ലാ സൗഹൃദങ്ങൾക്കും പിന്നിൽ നമുക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് കർത്താവിനെ കൊടുക്കാനും കർത്താവിനോടൊപ്പം അവരെ വളർത്താനും സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ സൗഹൃദങ്ങളും. ആ ബോധ്യത്തിൽ നിന്നാണ് ഈ ആത്മവിശ്വാസം ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ, ഞാൻ പറഞ്ഞാൽ അറിയുവോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുവോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടാകാം. പക്ഷെ ആത്മവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, സ്നേഹത്തോടുകൂടി നമ്മുടെ സൗഹൃദത്തെ നാം വളർത്തിയെടുക്കണം. ഈ ഈ ഒരു സെഷൻ ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. എനിക്ക് എത്ര പേരെ സുഹൃത്തായിട്ടുണ്ട്, വളരെ അടുത്ത സുഹൃത്ത് എത്ര പേരുണ്ട്, കുറച്ചും കൂടെ അകന്നൊരു സുഹൃത്ത് എത്ര പേരുണ്ട്, ഒരു ഹായ് ബന്ധം മാത്രമുള്ളവർ എത്ര പേരുണ്ട്, കാണുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖപരിചയമുള്ള ബന്ധങ്ങൾ എത്ര പേരുണ്ട്. ഇതൊന്ന് കണ്ടെത്തിയിട്ട് ആ വെറുതെ മുഖപരിചയമുള്ളവരെ കുറച്ചും കൂടെ അടുത്ത ബന്ധത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സാവധാനം 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 നമ്മൾ ആ സൗഹൃദത്തിൽ നമ്മൾ വളരുകയാണ്. ഈ സൗഹൃദത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സുവിശേഷം ഫലപ്രദമായി പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല സുഹൃത്ത് ബന്ധം നമുക്കുണ്ടാവണം. ആ സൗഹൃദത്തിൽ നമ്മൾ താതാത്മ്യപ്പെടണം. അപ്പോൾ നമ്മളൊരു കൃഷിക്കാരനോട് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചിന്തകൾ, താല്പര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ ആ സൗഹൃദത്തിന് കുറച്ചും കൂടെ ബലമുണ്ടാവും, ദൃഢതയുണ്ടാവും. നമ്മൾ ചോദിക്കല്ലേ, ഇപ്പം അവിടെ വരുമ്പോൾ ചേച്ചി, അനു ചേച്ചി എവിടെയാ നാട്? അപ്പം പറഞ്ഞു പാലായിലാണ്. അല്ലെങ്കിൽ ഷാജിക്കുട്ടി ചേച്ചി പാലായിലാണ്. അപ്പം അവിടെ ചെന്ന് നമ്മൾ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ, അയ്യോ എൻ്റെ തറവാടും പാലായിലാണ്, എൻ്റെ അപ്പനൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ പാലായിൽ നിന്ന് മലബാറിലേക്ക് വന്നതാണ്. പാലാ ഇളന്തോട്ടം പള്ളിയുടെ അടുത്താണ് എൻ്റെ ചാച്ചൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ നാടുമായി ഒരു താതാത്മ്യപ്പെടലാണ്. എൻ്റെ ബന്ധുവായി ഇന്നയാൾ അവിടെ ഉണ്ടല്ലോ, അങ്ങനെ അപ്പോൾ കുറച്ചും കൂടെ ഒരു അടുത്ത ബന്ധമായി. അപ്പൊ അത്തരത്തിൽ നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്ന ആളുകളോട് ഏതൊക്കെ വിധത്തിലാണോ നമുക്ക് താതാത്മ്യപ്പെടാനാവുക, ഒരുമിച്ച് വരാനാവുക, താല്പര്യം ഉണ്ടാവുക, അതെല്ലാം നമ്മൾ ആ സൗഹൃദത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമായിരിക്കും, നമ്മൾ കഴിക്കുന്ന ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കണ്ടുമുട്ടി നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറയുന്നു. എന്തിനാണ് ഈ ചായ കുടിക്കുന്നത്? അത് ചായ കുടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഒരു ഊട്ടുമേശ സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷാജിക്കുട്ടി ചേച്ചിയുടെ ആങ്ങളയുടെ മോൻ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ട ഐറോനിസ് പിതാവിന്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറി പപ്പയും മമ്മിയും കണ്ടു, അവിടുന്ന് ചായ കുടിച്ചു. എന്തിനാണത്? അതൊരു സൗഹൃദമാണ്. ആ സൗഹൃദത്തിൽ നിന്നേ നമുക്ക് സുവിശേഷം പറയാനായിട്ടും പങ്കുവെക്കാനായിട്ടും നമുക്ക് പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു താതാത്മ്യപ്പെടുകയാണ്. ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ബന്ധമുള്ള അവരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രശ്നങ്ങൾ, ആവശ്യങ്ങളൊക്കെ തിരിച്ചറിയണം. ഇത് ഒരു സാവധാനം നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. 5 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം മാത്രമല്ല. എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നത്? അവിടെ നിന്നാണ് നാം സുവിശേഷം പങ്കുവെക്കാനാവുന്നത്. അപ്പൊ നമ്മൾ വഴിക്കുന്ന കണ്ടു ഒരു രാഘവൻ എന്ന് വിചാരിച്ചോ, കണ്ടു പരിചയപ്പെട്ടു വന്നു, അദ്ദേഹത്തിന്റെ വീട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇങ്ങനെ ചോദിച്ചിങ്ങനെ സാവധാനം വരുമ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസമാണെന്ന് മനസ്സിലാവുകയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം വാദിച്ച് ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇങ്ങനെ ആത്മീയ ജീവിതം, ഇങ്ങനെ അയാളുടെ ആത്മീയ ജീവിതം ഇങ്ങനെ പറഞ്ഞ് കണ്ടെത്തി ഇങ്ങനെ ചോദിച്ച് വരുന്നതിന്റെ ഇടയ്ക്ക് ആ സൗഹൃദ ബന്ധത്തിൽ നിന്ന് സുവിശേഷം പറയാനായിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം സൗഹൃദം സമ്പാദിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദമുണ്ട്, നമ്മുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്, നമ്മുടെ അയൽക്കാരുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്, നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്, നമ്മുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്, നമ്മുടെ കുറച്ചും കൂടെ വിശാലമായ നമ്മുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ വിശാലമായ ലൊക്കാലിറ്റിയുമായി ബന്ധപ്പെട്ട സൗഹൃദമുണ്ട്, സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ സൗഹൃദത്തിന്റെ വലിയ വിശാലമായ ലോകം നമുക്കുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധയോടും കുറച്ചും കൂടി ബോധപൂർവവും ഈ സൗഹൃദത്തെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഈ സൗഹൃദം സമ്പാദിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സൗഹൃദം ഇങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കി വരുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പുട്ടിനിടയിൽ തേങ്ങ ഇടുന്നത് പോലെ നമ്മുടെ ടെസ്റ്റിമോണി പറയുക. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് ഒരാളെ കണ്ടെത്തി, ഒരു രാമൻ അല്ലെങ്കിൽ രാജൻ എന്ന് പറയുന്ന ആൾ, വെറുതെ ഞാൻ പേര് പറയുകയാണ്, കണ്ടെത്തി
വർത്തമാനം പറഞ്ഞു. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. രാജൻ നിൽക്കുകയാണ്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഉള്ളിൽ ഈശോയെ പറയാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടി വരാറായോ? ഇപ്പൊ വരുമെന്നാ പറഞ്ഞേ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരത്തിന്. അയ്യോ, ഞാനും തിരുവനന്തപുരത്തിന്. ചേട്ടൻ എവിടെ പോവുകയാണോ തിരുവനന്തപുരത്ത്? ഇങ്ങനെ ചോദിച്ച് വന്ന്, അപ്പം ഞങ്ങൾ പോകുന്നത് രണ്ടും ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ വേണ്ടി സ്ഥലത്തേക്കാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധു ക്യാൻസർ ആയിട്ട് അവിടെ ചികിത്സിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു സൗഹൃദത്തിൽപ്പെട്ട എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ജാൻസി ചേച്ചി. കഴിഞ്ഞ ദിവസം ജെനിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജാൻസി ചേച്ചി ക്യാൻസർ പല പ്രാവശ്യം വന്ന് ട്രീറ്റ് ചെയ്ത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഈ രോഗാവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ ആ ചേച്ചി തകർന്നു പോകുന്ന സമയങ്ങളിൽ പ്രത്യേകമായി ബൈബിള്, സുവിശേഷം, ക്രിസ്തു ആ ചേച്ചിയെ സഹായിച്ച അനുഭവം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലെങ്കിലും എൻ്റെ ബന്ധത്തിലുള്ള ഒരു അനുഭവത്തെ, റിയൽ ആയിട്ടുള്ള ഒരു അനുഭവത്തെ ഞാൻ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മുടെ ഒരു ജീവിത അനുഭവം നമ്മുടെ തന്നെയാണ് ഏറ്റവും പവർഫുൾ. അപ്പൊ എല്ലാത്തിനും നമ്മുടെ ജീവിതാനുഭവം ഉണ്ടാകണം നിർബന്ധമില്ല. അവിടെ നമുക്ക് റിയൽ ആയിട്ട് ഉറപ്പുള്ള, സത്യസന്ധമായ, നമുക്ക് പറയാൻ പറ്റുന്ന നല്ല ടെസ്റ്റിമണി വേറെ ആളുകളുടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പങ്കുവെക്കാവുന്നതാണ്. അപ്പൊ ഈ പരിചയത്തിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ജീവിതാനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ ഇങ്ങനെ വഴിക്കുന്ന കണ്ടുമുട്ടി, വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ സങ്കടകരമായിട്ട് ഒരു മുഖഭാവമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ക്ഷീണമുണ്ടല്ലോ, എന്ത് പറ്റി? ഭയങ്കര ഒരു വിഷമം മുഖത്ത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇങ്ങനെ സാമ്പത്തികമായി ഭയങ്കര പ്രയാസമാണ്, കടബാധ്യതയാണ്, ജപ്തിയിലാണ് നിൽക്കുന്നത്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സങ്കടമൊക്കെ പറയുകയാണ്. ആ സങ്കടം പറയുന്നിടത്ത് എനിക്ക് അപ്പോഴേ പൈസ കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമോ? സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയുകയാണ്, ചേട്ടാ അതെ, എനിക്കും ഇതുപോലെ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായപ്പോൾ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു കത്തോലിക്കനാണ്, ഒരു കർത്താവിനെ അറിയുന്നു, ഇങ്ങനെ പോകുന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യം, എൻ്റെ വീട്ടിൽ ഇന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ്. അങ്ങനത്തെ സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിന്റെ ആ പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് പൈസ ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ വീടിന്റെ വാതുക്കൽ, ഇന്നും എനിക്കറിയില്ല ആരാണെന്ന്, പക്ഷെ ഒരു കവറും ഒരു എഴുത്തും ഒരു 10,000 രൂപയും കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനം വാങ്ങാൻ സമ്പത്തില്ലാതെ ഞാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ ആശ്രയിച്ച കർത്താവ് എനിക്ക് കൊണ്ടുവന്നു. അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്. അതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതും ശൈലജ പറഞ്ഞതുമാണ്. ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ളൊരു ജീവിതം, കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം, അത് ഒരു അടിസ്ഥാന മാനസാന്തരത്തിന്റെ അനുഭവമുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് അടിസ്ഥാന മാനസാന്തരത്തിന്റെ അനുഭവമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധിയിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അതുപോലെയുള്ള ഒരു പ്രശ്നത്തിൽ സഹായിച്ച, ഇടപെട്ട ദൈവത്തിന്റെ കരുതലിനെയാണ് ഞാൻ അവിടെ പങ്കുവെച്ചത്. അപ്പൊ കർത്താവിനെ കണ്ടുമുട്ടിയ അനുഭവം, ആ കണ്ടുമുട്ടിയതിന് ശേഷം കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് വളരുന്ന ഒരു അനുഭവം, അത് അദ്ദേഹത്തിന് പ്രചോദനമാവുകയാണ്. അപ്പൊ ഈ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടാകുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തോന്നുകയാണ്, ആ കർത്താവിൽ ആശ്രയിക്കാലോ, പ്രാർത്ഥിക്കാലോ. അപ്പൊ അങ്ങനെ ആ ജീവിതാനുഭവം പറയുന്നത് നമ്മൾ കർത്താവിനെ കൊടുക്കാനുള്ള ഒരു വഴി ഇങ്ങനെ തുറക്കുകയാണ്. വെറുതെ വഴിക്കുന്ന കണ്ടുമുട്ടിയ മനുഷ്യനോട് കർത്താവിനെ കുറിച്ച് പങ്കുവെക്കാനുള്ള വഴി നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുകയാണ്, ഡോർ ഒന്ന് തുറക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് അദ്ദേഹത്തെ ഒരുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ഒരുക്കി വരുന്നിടത്താണ് നമ്മൾ അടിസ്ഥാന സുവിശേഷ സന്ദേശം, ഈ 7 കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അത് സാധാരണഗതിയിൽ പറയുന്നത് ആദ്യകാലത്തും ആദിമസഭയും പറഞ്ഞിരുന്നത് ഒറ്റയടിക്ക് ഈ 7 കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ നമ്മളോട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത വിധം, എന്നാൽ അവരുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്ന വിധം ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം നാം പങ്കുവെക്കുകയാണ്. ഈ 7 കാര്യങ്ങൾ നമ്മൾ കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതുമാണ്. ഇതിൽ നിങ്ങൾ ആഴപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 7 കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾ ആഴപ്പെടാമോ അത്രയും നമ്മൾ ആഴപ്പെടണം. ഒന്ന്, അതിൽ നമ്മൾ ഇപ്പൊ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരാം. ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട ദൈവവചനങ്ങളൊക്കെ ചേർക്കാം. ദൈവസ്നേഹത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാനുള്ള ഉപമകൾ, ഉദാഹരണങ്ങൾ, കഥകൾ, പാട്ടുകൾ എല്ലാം നമുക്ക് അതിൽ ഉൾച്ചേർക്കാം.
അത് ഒരാളോട് നമുക്ക് 1 മണിക്കൂറാണ് കിട്ടിയതെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് നമുക്ക് പങ്കുവെക്കാനായിട്ട് പറ്റാം. അപ്പൊ ഞാൻ ഈ 7 കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് എന്നാ പറയുന്നത് വചനം കൂട്ടി ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ജോസിയേട്ടനെ വെച്ചുകൊണ്ട് ഞാൻ പറയാം. ദൈവം ജോസിയേട്ടനെ ഞാനെന്റെ ടെസ്റ്റ് മണി പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അയ്യോ അങ്ങനെ സ്നേഹിക്കുന്ന ദൈവം ഉണ്ടോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങുകയാണ്, ജോസിയേട്ടന്റെ പേര് വെച്ചാണ് ഞാൻ പറയുന്നത്, പേര് മാറ്റിയെന്ന് മാത്രം. ദൈവം ജോസിയേട്ടനെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ആയിരിക്കുന്ന വിധം സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 നാം ഇപ്രകാരം കാണുന്നുണ്ട്, ജോസിയേട്ട, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15-16 പഴയ നിയമ പുസ്തകമാണ്. അതിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ജോസിയേട്ടനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ജോസിയേട്ടന്റെ ജീവിതം മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ ജോസിയേട്ടനോടുള്ള സ്നേഹം വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന വിധം സർവശക്തിയോടും കൂടെ ദൈവം ജോസിയേട്ടനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ജോസിയേട്ടൻ അനുഭവിച്ചറിയണമെന്നും ഈ സ്നേഹം ജോസിയേട്ടൻ മറ്റുള്ള എല്ലാവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ജോസിയേട്ടൻ നമുക്കറിയാം, പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കുന്ന സ്നേഹം അതുപോലെ പങ്കുവെക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ ലോകം മുഴുവന്റെയും പാവാവസ്ഥയാണെന്ന് നാം തിരിച്ചറിയുകയാണ്. പഴയ നിയമ പുസ്തകം സങ്കീർത്തനം 51:5 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:2 നാം ഇപ്രകാരം വായിക്കുന്നു, നിന്റെ അകത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. നമുക്കറിയാം, ദേഷ്യപ്പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ജോസിയേട്ടനും ആഗ്രഹമില്ല, എനിക്കും ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ടു പോവുകയാണ്. ജോസിയേട്ടന് കടം തന്ന മനുഷ്യന്, പൈസ തന്ന മനുഷ്യന് തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് സ്നേഹം കാണിച്ച് നമ്മുടെ സമയത്ത് തന്നതാണ്. പക്ഷെ എങ്കിലും ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തോട് അത് തരില്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് തരുമെന്ന വിധം നമ്മൾ പറഞ്ഞു പോവുകയാണ്. പാവാവസ്ഥയിലാണ് നമ്മൾ. നമുക്ക് ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ പിടിയിലാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചേട്ടാ, എന്നാൽ നമുക്ക് വലിയ ജോസിയേട്ടാ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്, 2000 വർഷങ്ങൾക്കപ്പുറം ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട നമ്മുടെ ജോസിയേട്ടന്റെ ലോകം മുഴുവന്റെയും പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. 1 യോഹന്നാൻ 2:2 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള പാവാവസ്ഥകളെ മുഴുവൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട രക്ഷകനും കർത്താവും മിശിഹായുമായ യേശു ക്രിസ്തുവിന് നമ്മുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. അവൻ നമ്മളെ വിമോചിപ്പിച്ചു. ഈ പ്രയാസങ്ങളെ മറികടക്കാൻ അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സകല മനുഷ്യർക്കും വേണ്ടി, ജോസിയേട്ടന് വേണ്ടി, എനിക്ക് വേണ്ടി ഒക്കെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ജോസിയേട്ടന്റെ ഈ സാമ്പത്തികമായ പ്രതിസന്ധിയെ, ഈ പ്രയാസങ്ങളെ മറികടക്കാൻ അവൻ സഹായകനാണ്, അവൻ രക്ഷകനാണ്. എന്താണ് ഈ യേശു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞെങ്കിലും, യേശുവിലൂടെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും ഇന്നും നമ്മൾ ഈ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ജോസിയേട്ടൻ പറയുന്നത് പോലെ സാമ്പത്തിക പ്രയാസത്തിലാണ് നിൽക്കുന്നത്, കടബാധ്യതയിലാണ് നിൽക്കുന്നത്, മാനസികമായ പ്രയാസമുണ്ട്. യേശു രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന് പറയുമ്പോഴും നമുക്കതങ്ങ് പിടികിട്ടുന്നില്ല. ഇവിടെയാണ് നമ്മൾ അവനിൽ വിശ്വസിക്കേണ്ടതിൻ്റെയും നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത നാം മനസ്സിലാക്കിയെടുക്കുന്നത്. കർത്താവായ യേശുവിലൂടെ കൈവന്ന രക്ഷ സ്വന്തമാക്കാൻ ജോസിയേട്ടൻ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഹൃദയത്തിൽ ജോസിയേട്ടൻ ഈശോയെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ജോസിയേട്ടൻ അതിരം കൊണ്ട് അത് ഏറ്റുപറഞ്ഞാൽ മതി. അപ്പോസ്തല പ്രവർത്തനം 16:31 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബത്തിന്റെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന വിധം
ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഈ പ്രതിസന്ധിയെ, ഈ പ്രയാസങ്ങളെ അതിജീവിക്കാൻ മാത്രം ശക്തമാണ് ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും. റോമ 10:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ ജോസിയേട്ടന്റെ ജീവിതത്തിൽ ആ വിശ്വാസത്തെയും ആ പ്രത്യുത്തരവും അനുസരിച്ച് ഈ രക്ഷ ജോസിയേട്ടന്റെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ ജോസിയേട്ടൻ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സ്നേഹം ജോസിയേട്ടന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് സഹായകനായ പരിശുദ്ധാത്മാവ് വഴിയാണ്. ദൈവം യേശുക്രിസ്തു നമുക്കൊരു സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജോസിയേട്ടന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജോസിയേട്ടൻ മാത്രമല്ല അതിന് പരിഹാരം കണ്ടെത്തുന്നത്, ജോസിയേട്ടനോടൊപ്പം അതിന് ഏറ്റവും പരിഹാരമാർഗം കണ്ടെത്താൻ സഹായകനായ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ജോസിയേട്ടൻ എന്ത് ചെയ്യണം? ആഗ്രഹിച്ച് വിശ്വസിച്ച് ദാഹത്തോടെ ഈ ആത്മാവിനെ വിളിച്ചപേക്ഷിക്കണം. ഈ ആത്മാവ് വഴിയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം ജോസിയേട്ടന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരുന്നത്. അപ്പോൾ ഈ ആത്മാവ് നമ്മളെ സഹായിക്കും. ലൂക്ക 11:13 നാം വായിക്കുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ ദുഷ്ടരായ നിങ്ങൾക്ക് നൽകാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പൊ ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട്, ജോസിയേട്ടന്റെ പിതാവായതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ ഈ പ്രശ്നത്തെ സഹായിക്കാൻ, ജോസിയേട്ടന്റെ ജീവിതത്തിൽ ഇടപെടാൻ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ കൂട്ടുപിടിച്ചാൽ മതി. റോമ 5:5 നാം വായിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കും. അപ്പൊ ഈ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ആത്മാവിനെ ആഗ്രഹിച്ച് ദാഹിച്ച് നാം വിളിക്കണം. ഈ ആത്മാവ് നമ്മളെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കുകയാണ്, ഒരു സഭാ കൂട്ടായ്മയിൽ നമ്മളെ എത്തിക്കുകയാണ്. ജോസിയേട്ടന്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ലോകം മുഴുവൻ മനുഷ്യരും, സൃഷ്ടപ്രപഞ്ചം മുഴുവനും ജോസിയേട്ടന്റെ കൂടെയുണ്ട്. അത് ഈ പരിശുദ്ധാത്മാവ് അതിനുള്ള എല്ലാ വഴികളും തുറന്നു വെക്കും. അവിടെ ദൈവത്തെ അറിയുന്ന, സ്നേഹിക്കുന്ന, അന്വേഷിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായി നമ്മുടെ ജീവിതം സ്നേഹം പങ്കുവെച്ചാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ വളരുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച കൂട്ടായ്മയുടെ ഭാഗമായി ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിക്കുകയും സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് പറ്റും. 1 യോഹന്നാൻ 1:3, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു, ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പം നമ്മളൊരു കൂട്ടായ്മയുണ്ട്, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ജോസിയേട്ടൻ അവിടെ വരണം, ജോസിയേട്ടന്റെ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോകണം. ഈ പ്രശ്നങ്ങളുമൊക്കെയായി അവിടെ പോയി കൂട്ടായ്മയിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം. ആ കൂട്ടായ്മയിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ ജോസിയേട്ടൻ അനുഭവിക്കാനായിട്ട് പറ്റും. എന്തിനാണ് ജോസിയേട്ടൻ നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നത്? നമ്മൾ കണ്ടുമുട്ടാൻ ഇടയായത്, നമ്മൾ സംസാരിക്കാൻ ഇടയായത്, ഈ പ്രയാസങ്ങളൊക്കെ പങ്കുവെക്കാൻ ദൈവം അനുവദിച്ചത്, അത് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് പങ്കുവെക്കാൻ വേണ്ടിയാണ്. സുവിശേഷം സകലരോടും പങ്കുവെക്കാനുള്ള ദൈവത്തിന്റെ ഏറ്റവും സ്നേഹനിർഭരമായ ക്ഷണം ദൈവം നമുക്ക് തരികയാണ്. അപ്പം ജോസിയേട്ടന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുവിശേഷം, ക്രിസ്തുവിന്റെ സന്തോഷം, സ്നേഹം, അത് സകലരോരുമായി പങ്കുവെക്കണം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് യേശുക്രിസ്തു രക്ഷിച്ച അനുഭവങ്ങളെ സകലരോടും പങ്കുവെക്കണം. എല്ലാവരെയും യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ സന്തോഷവും സ്നേഹവും ക്രിസ്തുവിനെ എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അവരെ നയിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുകയാണ്. സ്വർഗരാജ്യവും നിത്യജീവനും ലക്ഷ്യമാക്കി നാം മുന്നോട്ട് പോവുകയാണ്. മർക്കോസ് 16:15 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനം 1:8 നാം കാണുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജോസിയേട്ടന് താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നി ഇതിങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റുമോന്ന്. ഈ ഞാൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ ദൈവം സ്നേഹിക്കുന്നെന്നും നമ്മൾ പാവാവസ്ഥയിലാണെന്നും യേശു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞുവെന്നും നമ്മൾ വിശ്വസിച്ച് നിരന്തര സമർപ്പണം, മാനസാന്തരത്തിലൂടെ വളരണമെന്നും പരിശുദ്ധാത്മാവിനായി ദാഹിക്കണമെന്നും ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നതെന്നും
ഈ ആത്മാവ് സഭാ കൂട്ടായ്മയുടെ ഭാഗമാക്കി നമ്മളെ ക്ഷണിക്കുന്നുവെന്നും അങ്ങനെ ഭാഗമാകുന്ന നാം സുവിശേഷം പ്രഘോഷിക്കണമെന്നും അത് സത്യമാണ്. ഇതാണ് നമ്മൾ പറയേണ്ട കാര്യം. അത് ചിലപ്പോൾ ചിലരോട് ആദ്യത്തെ മാത്രമേ പറയാൻ പറ്റുള്ളായിരിക്കാം, ചിലത് ആദ്യം രണ്ടാമത്തെ പറയാൻ പറ്റുമായിരിക്കാം. സാധിക്കുന്നിടത്തോളം ഈ 7 കാര്യങ്ങളും പറയുന്നതിലാണ് സുവിശേഷം മുഴുവൻ പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ദൈവവചനം മാത്രമേ കൂട്ടിയുള്ളൂ. നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഉദാഹരണങ്ങൾ, ഉപമകൾ, നമ്മുടെ അനുഭവങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പങ്കുവെക്കുന്നത്. നമ്മളിപ്പോൾ നൂഡിൽസും നല്ല സാധനമൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ, ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസ് ആണോ ബിരിയാണി ഉണ്ടാകുന്ന, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവയുടെ ഭാഗമാണ്. പക്ഷെ അത് മാത്രം കൊണ്ടുപോയിട്ടത് കൊണ്ട് ബിരിയാണി ആവില്ലല്ലോ. അതിനെന്തേലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു ബിരിയാണി റൈസിന്റെ അത്ര ഉപ്പിടുവോ? ഇല്ല, ഒരു നുള്ള ഇടുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ സൗഹൃദത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, ദൈവവചനങ്ങൾ, നമ്മൾ വായിച്ചിട്ടുള്ള കഥകൾ, ഉദാഹരണങ്ങൾ, ഉപമകൾ, പാട്ടുകൾ, നമ്മുടെ ചുറ്റുപാടും അടുത്ത നാളിൽ നടന്ന അനുഭവങ്ങൾ, ഏറ്റവും അടുത്ത് എനിക്കുണ്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കെരിസോ അടിസ്ഥാന സുവിശേഷം നമ്മൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ച് നമ്മൾ ഇത് പങ്കുവെക്കുമ്പോൾ ആ വ്യക്തിയെ ജീവിതം കർത്താവിന് കൊടുക്കാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. യോന പ്രവാചകനെ മത്സ്യം പുറത്തേക്ക് ഇടുന്ന ഒരു ചിത്രമാണിത്. അപ്പം അദ്ദേഹത്തെ നമ്മൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന്, നീ രക്ഷപ്പെട്ടോ, നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ, സ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോകും എന്ന് പറയുന്ന ഭീഷണിയുടെ സ്വരമല്ല. ക്ഷണവും പ്രതിബദ്ധതയും അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുമെന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി. അതുകൊണ്ടാണ് അവസാനം നമ്മൾ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, നമ്മൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഏത് സമയത്ത് ഏത് സ്ഥലത്തും ആണെങ്കിലും നമുക്ക് പറയാം കാര്യമാണ്, പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ നടു റോട്ടിൽ നിന്നും ചെയ്യരുത്. നമ്മൾ ആ വിവേകത്തോടു കൂടി സാഹചര്യം മനസ്സിലായിട്ട്, ഇപ്പൊ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, പലപ്പോഴും ഈ ഔട്ട്റീച്ചിനൊക്കെ പോയിട്ട് ഹോസ്പിറ്റലൊക്കെ ചെന്ന് ചിലരൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുകയില്ല, തനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറയും. അങ്ങനെ ജോൺസൺ ഞങ്ങളൊക്കെ പോയ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കേൾക്കണ്ട, സുവിശേഷം പറയണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവസാനം നമ്മളിങ്ങനെ പറയും, ചേട്ടാ ഒരു പ്രാർത്ഥിക്കാം, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമുണ്ടോ? അപ്പോൾ സാധാരണഗതിയിൽ ആരും നോന്ന് പറയാറില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ കെറിസോ ഡയലോഗാണ്, ഈ സുവിശേഷത്തിന്റെ ഡയലോഗാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, അവിടുന്ന് ജോസിയേട്ടനെ എന്നെയും വ്യക്തിപരമായ വ്യവസ്ഥകൾ കൂടാതെ ഞങ്ങളായിരിക്കുന്ന വിധം സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ കണ്ടുമുട്ടാൻ അനുവദിച്ച അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കാൻ എന്നെയും ജോസിയേട്ടനെയും സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്നാൽ പലപ്പോഴും ജോസിയേട്ടനും എനിക്കും അത് കഴിയാതെ വരുന്നത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവാവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ പാപത്തിലാണ്, ഞങ്ങൾ പിറന്നതേ പാപത്തോടു കൂടിയാണ്, ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ പാവാവസ്ഥയുണ്ട്. എന്നാൽ യേശുവെ, അങ്ങ് ഞങ്ങളോട് പറയുന്ന ഏറ്റവും മഹത്തായ യാഥാർത്ഥ്യം, അവിടുന്ന് ജോസിയേട്ടനും എനിക്കും ലോകം മുഴുവനും വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് 2000 വർഷങ്ങൾക്കപ്പുറം. അവിടുന്ന് വന്ന് എന്നെ രക്ഷിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തു, മഹത്വീകരിക്കപ്പെട്ടു എന്ന് സുവിശേഷത്തിലൂടെ അവിടുന്ന് വ്യക്തമാക്കുന്നു. കർത്താവേ, ജോസിയേട്ടന് വേണ്ടി കൂടിയാണല്ലോ അങ്ങ് മരിച്ചതും ഉയർത്തതും മഹത്വീകരിക്കപ്പെട്ടതും. അങ്ങനെ ജോസിയേട്ടന്റെ പാപകടങ്ങൾ വീട്ടി ജോസിയേട്ടനെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വന്ന് പറഞ്ഞു. കർത്താവെ, അത് വിശ്വസിക്കാൻ, ജീവിതം പരിപൂർണമായി അങ്ങിൽ സമർപ്പിക്കാൻ, അവിടുത്തെ വാഗ്ദാനമായ ആത്മാവിനെ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കാൻ അവിടുന്ന് പ്രത്യേകമായ വിധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ജോസിയേട്ടന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവമായി അങ്ങ് കടന്നു വരണമേ. ജോസിയേട്ടനെ ഈ സമയങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനും മറികടക്കാനും പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായകനായി കൂടെ ഉണ്ടാകണമേ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച കൂട്ടായ്മയുടെ ഭാഗമായി ദൈവത്തിന്റെ സ്നേഹം സകലരോടും പങ്കുവെച്ച് അങ്ങനെ വലിയ സന്തോഷത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാൻ ജോസിയേട്ടനെയും സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റും. അതിന്റെ അദ്ദേഹത്തോട് വളരെ വ്യക്തിപരമായി നമ്മൾ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇതിലൂടെയൊക്കെ നമ്മൾ ക്ഷണിക്കുകയാണ്. എന്ത്? കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവെ, ജോസിയേട്ടന് വേണ്ടി ഞാൻ ഈ സമയം ജോസിയേട്ടനെ ക്ഷണിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ആ വ്യക്തിയെ അതിനായി ഒരുക്കുകയാണ്, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട്. ഇത് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആകാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു
ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ്. ഇങ്ങനെ ബൈക്കിൽ പോകുന്ന വഴിക്ക് പുറകിൽ ഒരാൾ വന്ന് കയറിയിരുന്നു. അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്, ഞാൻ വേറൊരു ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഈ സുവിശേഷം പറയേണ്ട കാര്യമില്ല എന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ഈ സുവിശേഷം പങ്കുവെക്കുന്ന മനുഷ്യനോട് പറഞ്ഞു. അദ്ദേഹം പിന്നെ വേറൊന്നും തർക്കിക്കാനോ പറയാനോ ഒന്നും പോയില്ല. നമ്മൾ തർക്കമോ ഇതൊന്നും അതിന്റെ ആവശ്യമല്ല. ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കി കഴിഞ്ഞപ്പോ ഈ ബൈക്ക് ഓടിച്ചു പോയ സുവിശേഷകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും താങ്കളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ, താങ്കൾ തീർത്തും നിരാശനായി തകർന്നുപോയി എന്ന് തോന്നുമ്പോൾ, താങ്കൾ അതുപോലത്തെ പ്രതിസന്ധിയിൽ വന്നു പെടുമ്പോൾ, താങ്കൾ ഞാൻ പറഞ്ഞ ഈ യേശുക്രിസ്തുവിനെ ഒന്ന് വിളിക്കണം. ഡിവൈനിൽ ഇങ്ങനെ ധ്യാനമുണ്ട്, അങ്ങനെ ഒരു സമയം താങ്കൾക്ക് വന്നാൽ താങ്കൾ നിശ്ചയമായും ധ്യാനത്തിൽ വന്നൊന്ന് പങ്കുചേരണം. താങ്കളെ സഹായിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു എന്ന് അന്ന് താങ്കൾക്ക് മനസ്സിലാവും. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. കാരണം കൂടുതൽ അദ്ദേഹം പറയേണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യന് പിന്നീട് മുന്നോട്ട് ജീവിച്ച് കടന്നുപോയപ്പോ ആ മുസ്ലിം സഹോദരന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനോ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾക്കൊന്നും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത് പോയി അത് നിർവഹിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ കാര്യം ഓർമ്മ വരുന്നത്. ഏത്? അന്ന് എന്നോടൊരു മനുഷ്യൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാം തകർന്നു നിൽക്കുമ്പോൾ, ആരും സഹായിക്കാനില്ലാത്തപ്പോ ഒന്ന് ധ്യാന കേന്ദ്രത്തിൽ പോയി പോയിരുന്ന് ഒന്ന് ധ്യാനം കൂടി നോക്ക്, ഏതായാലും മരിക്കാൻ പോകില്ല, അതും കൂടെ ചെയ്തിട്ട് പോകാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിന് പോയി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റമുണ്ടായി. കർത്താവിനെ അറിയാൻ ഇടവന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മാറി. അദ്ദേഹത്തെ ഈ മനുഷ്യൻ ക്ഷണിക്കുകയാണ് ചെയ്തത്. എന്ത്? ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, താങ്കൾ അങ്ങനത്തെ ഒരു കാര്യം വന്നു ചേരുമ്പോൾ ഒന്ന് പോ, ധ്യാനകേന്ദ്രത്തിൽ ചെല്ല്, പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് ഒരു ഇടം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു ക്ഷണവും പ്രതിബദ്ധതയും, കർത്താവിന് വേണ്ടി ജീവിക്കാനും ജീവിതം സമർപ്പിക്കാനുമുള്ള ഒരു ക്ഷണവും പ്രതിബദ്ധതയും നമ്മൾ ആ വ്യക്തികളിൽ വളർത്തുകയാണ്. നമ്മൾ ഈ കരിസയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓരോ സമയവും നിങ്ങൾ ഇത് കേട്ട് ഇതിന്റെ റിവിഷനും ഇതിന്റെ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ, കുറച്ചുകൂടി ക്രിസ്തുവിൻ്റെതായി ജീവിക്കാൻ, കുറച്ചുകൂടി നിങ്ങൾക്ക് ജീവിതത്തിനുള്ളതെല്ലാം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ബലം പ്രാപിച്ചു വരുന്നത് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ക്ഷണിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. വെറുതെ വഴിക്കിട്ടിട്ട് പോകരുത്. പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വഴിക്കിട്ടിട്ട് പോകരുത്, അതിനെ വളർത്തണം. അങ്ങനെ കർത്താവിനെ നാം കൊടുത്തിട്ട്, അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരൊക്കെ എന്ത് ചെയ്തു? അവർ ഓരോ സ്ഥലത്തും ചെന്ന് സഭ ആരംഭിച്ചു. സഭ എന്ന് പറയുന്നത് പോലെ 10,000-50,000 പേരെന്നല്ലോ. ഒരു സ്ഥലത്ത് 5 പേരോ 8 പേരോ 3 പേരോ 2 പേരോ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് 1 വർഷമോ 6 മാസമോ ഒക്കെ കഴിയുമ്പോൾ അപ്പസ്തോലനോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യരോ ഈ സഭയിൽ പോയി അവരെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു? അവരെ വളർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അവരെങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാനുണ്ട്. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന, അവരുടെ ദൈവവചന വായന, അവരുടെ കൗതാശികമായ ജീവിതം, അവരുടെ സാമൂഹികമായ ബന്ധം, ഇങ്ങനെ എല്ലാ തരത്തിലും അവരെ വളർത്താൻ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കുകയാണ്. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് വഴിക്കിട്ട് പോയാൽ അത് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് വഴിക്കിട്ടിട്ട് പോകുന്ന പോലെയാണ്. ആ കുഞ്ഞ് അധികകാലം ജീവിക്കില്ല. ആ കുഞ്ഞ് എന്ത് ചെയ്യും? മരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുന്ന മനുഷ്യനെ നമുക്കെപ്പോഴും നമ്മുടെ അടുത്തേക്ക് വിളിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ഇന്ന സ്ഥലത്താണ്, ന്യൂ ജേഴ്സിയിലാണ്, ഞാൻ വഴിക്കുന്ന കണ്ടുമുട്ടിയതാണ്, അവിടെ ഇന്നൊരു പള്ളിയുണ്ട്, അവിടെ കുർബാനയുണ്ട്, അവിടെ ഇങ്ങനെ കൂട്ടായ്മയുണ്ട്, അവിടെ പോകാമെന്ന് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് ആളുകളെ അവരായിരിക്കുന്നിടത്ത പ്രദേശത്തേക്ക് അവരെ എത്തിക്കാൻ. അങ്ങനെ അവരെ പ്രാർത്ഥിക്കാൻ സഹായിക്കുക. ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഒരുമിച്ച് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളല്ലേ കണ്ടുമുട്ടുന്ന ആളോട് നമ്മൾ എല്ലാ ദിവസവും ഈ സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ വന്ന് പങ്കുചേര്. നിങ്ങൾ കണ്ടുമുട്ടുന്ന, ജോലിക്ക് പോകുമ്പോൾ കാണുന്ന മനുഷ്യൻ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ പ്രാർത്ഥന, ഈ കൂട്ടായ്മയ്ക്ക്, ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കാം. അവരവിടെ വന്ന് പ്രാർത്ഥിക്കട്ടെ. അത് അവരെ കുറച്ചുകൂടെ ക്രിസ്തുവിലേക്ക് വളരാൻ സഹായിക്കും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും എത്തിച്ചേരാൻ പറ്റുന്ന ഇടമാണെങ്കിൽ നിങ്ങൾ അവരുടെ വീടുകളിൽ പോകണം. അങ്ങനെ അവരെ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. ഒരു തുടർ അവരെ ഇതിൽ വളരാനായിട്ട് സഹായിക്കണം. പലപ്പോഴും ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് വഴിക്കിട്ടിട്ട് പോകും. അങ്ങനെ പോകരുത്. അത് വലിയ കൊലപാതകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ദൈവവചനം വായിക്കാൻ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണം. ദൈവവചനത്തിന്റെ അർത്ഥങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സിലാകുന്ന വിധം. ഉദാശ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം കൊണ്ടുപോയി. ഇപ്പൊ അവിടെ നമുക്ക് ഡോക്ടർ സിന്ധു ഒക്കെ അവിടെയുണ്ട്. ഞാൻ ഇവിടെ ആയിരിക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ളതാണ്. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഒരു കൂട്ടായ്മയിലൂടെ, ജീസസ് കൂട്ടായ്മയിലൂടെ കടന്നു വന്ന് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്ന് ആ വളർച്ചയിലാണ് കുർബാന സ്വീകരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ഇങ്ങനെ തൊട്ട് നിൽക്കുമായിരുന്നു. കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഈശോയെ സ്വീകരിച്ചിട്ട് വന്നതാ. അവരെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഈശോയുടെ കൃപാവരം വരും. ഈശോയെ കൊടുക്കും. അച്ഛൻ ഇങ്ങനെ ഈശോയെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പാത്രം പിടിക്കാനായിട്ട് പോയി നിൽക്കുമായിരുന്നു. അതൊക്കെ സാവധാനം വളർന്ന് വളർന്ന് ആ സിന്ധുവിന്റെ ജീവിതത്തിൽ മാമോദീസയിലൂടെ സഭയിൽ അംഗമാകുന്നു. അങ്ങനെ അംഗമായ അവർ ഈ സുവിശേഷം ജീവിക്കുകയും ഫലപ്രദമായി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയോ ഒരിക്കൽ കേട്ട ഒരു ദൈവവചനം ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കർത്താവിൽ ആശ്രയിക്കാൻ ആ സിന്ധു ഒരു സാഹചര്യം ഉണ്ടായി. കൂടെ പഠിച്ചവരോ സൗഹൃദത്തിലുള്ളവരോ അതിന് ക്ഷണിച്ചു. ആ ക്ഷണം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സജീവമായ ഒരു സുവിശേഷത്തിന്റെ സാന്നിധ്യമായി മാറ്റുകയാണ്. അങ്ങനെ മാറാൻ കാരണം അന്ന് കേട്ടിട്ട് അങ്ങ് ഇട്ടിട്ട് പോയതല്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. കുറച്ചു പേർ കൂടെ ഉണ്ടായിരുന്നു ആ സ്നേഹത്തിൽ വളരാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു പരസ്പരമുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള പങ്കുവെക്കൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒന്ന് ചോദിക്കാനും പറയാനും ഒക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് ചിലപ്പോൾ ചില ആളുകൾ വിളിക്കും, ഇന്ന പ്രശ്നമുണ്ടോ ഒന്ന് ചേട്ടാ പ്രാർത്ഥിക്കണം. അപ്പൊ ചില സമയത്ത് ഞാൻ ഹോട്ടലിലെ യാത്രയിലാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണത്? അതും അവരെ വളരാൻ വേണ്ടി സഹായിക്കുകയാണ്. ഈ കൂട്ടായ്മ എന്ത് സംഭവിക്കുന്നു? ശിഷ്യത്വത്തിലേക്ക് അവരെ വളർത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ ഒന്ന് ക്രമമായി നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ പോലെയാണ്. ശിഷ്യനായിരിക്കുന്ന ഞാൻ സൗഹൃദം സ്ഥാപിക്കുന്നു. അത് സ്നേഹത്തോടും സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെയാണ്. ആ സൗഹൃദത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ മനസ്സിലാക്കി വരുന്നു. ആ സൗഹൃദം സമ്പാദിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ, നിരവധിയായ ജീവിതാനുഭവങ്ങൾ ആ വ്യക്തിയുടെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ആ വ്യക്തിയെ സഹായിക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, ആ വ്യക്തിക്ക് ക്രിസ്തുവിനെ അടുത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധം എൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുന്നു. ആ ജീവിതാനുഭവം പങ്കുവെക്കുന്നതിൽ നിന്ന് ഞാൻ സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ 7 അന്തഃസത്തകൾ പങ്കുവെക്കുകയാണ്. ദൈവം സ്നേഹിക്കുന്നെന്നും പാവാവസ്ഥയിലാണ് നാമെന്നും യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞുവെന്നും നമ്മൾ വിശ്വസിച്ച് മാനസാന്തരപ്പെടണമെന്നും പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ആ ആത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന നാം ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണമെന്നും ആ കൂട്ടായ്മയിൽ നിന്ന് നാം സുവിശേഷം ജീവിച്ച് പങ്കുവെക്കണമെന്നും അവരോട് പറയുകയാണ്. ആ സുവിശേഷം കേൾക്കുമ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ, തങ്ങൾക്കുള്ളതെല്ലാം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാൻ അവരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിബന്ധത്തിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ആ സമർപ്പണം ആഴപ്പെട്ട് വളരാൻ കൂട്ടായ്മയുടെ ഭാഗമാക്കുകയാണ്. ഒറ്റയ്ക്കായിരിക്കാനല്ല, ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അവരെ അതിൽ ആഴപ്പെട്ട് വളർന്ന് അവരെ ക്രിസ്തു ശിഷ്യനാക്കി വളർത്തുകയാണ്. ആ ക്രിസ്തു ശിഷ്യനായി അവർ വളരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അവർ ഈ ക്രമം തുടർന്നു പോവുകയാണ്.